രാമക്ഷേത്രത്തിലെ സംഭാവന പോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയായിട്ട് ഇത് മാറിയിരിക്കുക. നമുക്കെല്ലാവർക്കും അതേ കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി നേരിട്ട് വിശ്വഹിന്ദു പരിഷത്തും സംഘപരിവാർ സംഘടനകൾ അവർ ജനങ്ങളിൽ നിന്ന് പിരിവ് നടത്തി മറ്റെല്ലാ വസ്തുക്കളും വിശ്വാസം വർദ്ധിച്ച ഒരു ക്ഷേത്രമാണ് രാമക്ഷേത്രം. ആ കാണിക്കിട്ടിരിക്കുന്ന സംഭാവനകളാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലൂടെയുള്ള ഭക്തജനങ്ങൾ അവരുടെ പാവപ്പെട്ടവരുടെ ഭാഗമായിട്ട് അവർ സംഭരിച്ച പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അമ്പലത്തിലേക്ക് നൽകിയതാണ്. ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു, പണവും കൊള്ളയടിക്കപ്പെട്ടു. ഇത് ആരാ ചെയ്തത്? കഴിഞ്ഞ 4-5 മാസക്കാലത്ത് അവിടെ നടന്നിരുന്ന ഭൂമിയെടുത്ത് പരിശോധിച്ച് പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോട് കൂടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. CCTV ഫുട്ടേജ് അത് നീക്കം ചെയ്യപ്പെട്ടു. അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം അതിന് മുന്നറിയിപ്പ് നൽകി ഇവിടെ മോഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുടർന്നിരിക്കുകയാണ്. സുരക്ഷ ഇല്ലാതെ ഇതൊന്നും അവഗണിച്ചുകൊണ്ട് ഈ കൊള്ള നടത്താൻ അനുവാദം കൊടുക്കുകയും അതിന് എല്ലാവിധ പ്രേരണ ശക്തിയുമായത് അവരുടെ ട്രസ്റ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആരാണ് ട്രസ്റ്റ് ഭാരവാഹികൾ? ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിച്ച് നിയമിച്ചിട്ടുള്ള ആളുകളാണ് ട്രസ്റ്റിന്റെ ഭാരവാഹികൾ. കേന്ദ്ര ഗവൺമെന്റാണ് നിയമിച്ചിരിക്കുന്നവരെ. സുപ്രീം കോടതി മേൽനോട്ടത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റാണ് സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും പ്രധാനമന്ത്രി മൗനമാണ്. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്ത്യയിലെ കോടാനുകോടി ഭക്തജനങ്ങളെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോലും അതിന്റെ നടത്തിപ്പുകാരൻ നേരിട്ട് മുൻകൈയിട്ട് നടത്തുന്ന ഈ കൊള്ള കണ്ടിട്ട് ആളുകൾ ഞെട്ടിക്കളിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർക്ക് മിണ്ടാട്ടുമില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല, ഹോം മിനിസ്റ്ററും മിണ്ടുന്നില്ല. അവിടെ SIT അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ SIT എന്ന് പറയുന്ന പാവപ്പെട്ട കുറെ ജീവനക്കാരെ അവരെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണം. ഞാൻ പറയാം, അവരെ മാത്രമാണ് കുറ്റം, അവരെ വിചാരിച്ചാൽ മാത്രമേ കുറ്റം നടത്താൻ പറ്റൂ. BHP അതിന്റെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു. BHP നേതാവ് അവർ രാജിവെച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഉത്തരവാദിത്വം ട്രസ്റ്റ് തന്നെയാണ് പൂർണ്ണമായിട്ടും. ആ ട്രസ്റ്റ് ഇതുവരെ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല. ആ ട്രസ്റ്റ് മിനിറ്റ് വഴികൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടിലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്, സംസ്ഥാന സർക്കാരിനും മുമ്പിലായി. അപ്പൊ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയുണ്ടാക്കുന്നതാണ്. ഇത് കേവലം ഒരു കൊള്ള മാത്രമല്ല, ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടന്നിരിക്കുന്നത്. നടന്നിരിക്കുന്നത് ഈ കോൺഗ്രസ് അവനോട് വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണം ഒരു ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ വിഷയമായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. നമുക്കറിയാം, അയോധ്യ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയ വിഷയമാണ്. അതിന്റെ പേരിലാണ് രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പേരിലാണ് കഴിഞ്ഞ 10-35 കൊല്ലമായിട്ട് BJPയും RSS ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അവരുടെ എല്ലാ ദേശവും അതിന്റെ ഭാഗമാണ്. ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദൈവങ്ങളെ എങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്നത് അതിലൂടെയാണ്. പക്ഷെ അവിടെയാണ് ദൈവങ്ങളെ അവരുപയോഗിക്കുന്നത് കൊള്ള നടത്താനും ജനങ്ങളെ വിഭജിച്ച് വോട്ട് നേടാനും വേണ്ടി മാത്രമാണ്, വിശ്വാസത്തിന്റെ പേരിൽ. അതിവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇത് കോൺഗ്രസ് വ്യാപകമായിട്ട് ഈ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. വരുന്ന പാർലമെന്റ് സമ്മേളനം 20-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ചോദ്യം ഉയരാൻ വേണ്ടി പോകുന്ന ഈ കാര്യത്തിലായിരിക്കും പ്രധാനമന്ത്രി സഭയിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കും. എന്തായാലും പിന്നെ പ്രധാനമന്ത്രി മേൽനോട്ടം വഹിച്ച് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയാണ് അവിടുത്തെ ട്രസ്റ്റ്. അവർക്ക് ആർക്കും അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ് ഈ കാര്യങ്ങൾ രാജ്യവ്യാപകമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ എല്ലാ സ്പോക്സ് പേഴ്സൺമാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും സംബന്ധിച്ച് ഇതിന്റെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആവർത്തിക്കും. ജനങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ വലിയ പുകമറ മാറ്റാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ഇതിനകത്ത് നിയമത്തിന്റെ പരിധിയിൽ വരൂ. അതുകൊണ്ട് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മടിക്കുന്നത്? ഗവൺമെന്റിനൊന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷനല്ല, ഒരു എൻക്വയറി കമ്മീഷൻ എന്തുകൊണ്ടാണ് നടത്തുന്നില്ല? അവർ ഉത്തർപ്രദേശിലെ SIT വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിൽ തന്നെ അവർക്ക് പലരെയും രക്ഷിക്കാനുണ്ട് എന്നതിന് തെളിവാണ്. പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആവർത്തിച്ചിട്ടില്ല. ഞാൻ ഇന്നത്തെ എന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ. കാരണം ഇത് കേരളത്തിലെ BJPക്കാരുടെ ഈ ചോദ്യം ചോദിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടുകാരൊക്കെ എത്രയോ വിശ്വാസികൾ
രാമക്ഷേത്രത്തിൽ എല്ലാ വർഷവും എല്ലാ മാസവും പൊക്കൊണ്ടിരിക്കുന്നത്. എന്താ BJP മിണ്ടാത്തത് കേരളത്തില്? എത്രയേറെ വലിയ അമ്പലപ്രദം. ഞങ്ങൾ ശബരിമലയിൽ ഇത്തരം പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഉന്നയിച്ചതാണ്, ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഭീകരമാണിപ്പോൾ രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന കൊള്ള. അപ്പൊ അതിൽ മൗനം പാലിക്കുക എന്ന് പറയുന്നത് കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതിന് സംശയമില്ല. ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഇവർ ഹിന്ദുക്കളുടെ പേരിൽ കൊള്ളയടിക്കാനും അതുപോലെ ജനങ്ങളെ വിഭജിച്ച് അത് വോട്ട് നേടാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. ഇവരുടെ വിശ്വാസത്തിന്റെ പൊള്ളയാണ് വിളിച്ചു വരുന്നത്. അത് അയോധ്യ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബദ്രീനാഥിനും ഇതേപോലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്, കേദാർനാഥിന് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം BJP നയിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിപ്പിക്കപ്പെടേണ്ടതാണോ? അവർ സമാധാനം പറയണം. അതിനുവേണ്ടിയാണോ അവർ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്? ഞങ്ങളെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇത് കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാൻ, ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുണ്ട്, ഇതൊക്കെ കൊണ്ടുവന്ന് സത്യത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ദൈവത്തെ ഉപയോഗിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണവും ചോദ്യം ചോദിക്കലും കോൺഗ്രസ് നടത്തും. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ അതേക്കുറിച്ച് സൂചന. അവരിപ്പോ എല്ലാം ആലോചിക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചത്, ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള നടന്നിട്ടും നിയന്ത്രണമില്ലാതെ തന്നെ പല ദേശീയ മാധ്യമങ്ങളൊന്നും ഇതൊന്നും പറയാൻ ചർച്ച പോലും ആക്കുന്നില്ലല്ലോ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ചെയ്യുന്ന കൊള്ളയും അവർ ചെയ്യുന്ന കൊള്ളരായ്മകളും ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി നിർവീര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇക്കാര്യത്തിലുണ്ടാകുന്നത്. അവർക്ക് ചോദ്യങ്ങളെ ഭയമാണ്, അവർക്ക് വിമർശനങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുകളെ ഭയമാണ് അവർക്ക്. കാരണം അവർക്ക് ഭയപ്പെടാൻ ഒരുപാടുണ്ട്. അതാണിപ്പോൾ മോഡി ഗവൺമെന്റ് പ്രത്യേകത. ജനങ്ങളോട് മറുപടി ഇത്ര നാളായിട്ടും 12 വർഷം കഴിഞ്ഞ് ഒരു പ്രാവശ്യം പോലും പത്രക്കാരെ കണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഒരു പ്രാവശ്യം കണ്ടിട്ടില്ല. ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും ഉത്തരം പറയാനും അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ചോദ്യങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുള്ള ഭയമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് മെഷീനറികളെ ഉപയോഗിച്ച് CBI, EIB, ഇൻകം ടാക്സ് എന്നീ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തങ്ങൾക്കെതിരായിട്ട് വരുന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഈ ആയുധങ്ങളെ ഉപയോഗിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന എല്ലാ കൊള്ളയും ഇവിടെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരിതിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം, അതായത് ഇത് പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അയോധ്യയിൽ പ്രധാനപ്പെട്ട ഫോക്കസ് അത് തന്നെയാണ്. പക്ഷേ വിഴിഞ്ഞ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന മുന്നേ എന്തെങ്കിലും ഒരു നിലപാട് മാറ്റം അദാനി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? അങ്ങനെ ഒരു സംശയം തോന്നുന്നു. കാരണം പല നേതാക്കളെയും പിന്നീടുള്ള പ്രതികരണം. നിങ്ങൾ ഈ വിഷയം മാറ്റി വേറെ വിഷയം, ഞാൻ എന്റെ ഫോക്കസ് ഇതിലേക്കാണ്. അതുകൊണ്ട് വേറെ വിഷയം നമുക്ക് പറയാം, സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, സംശയമില്ല, തീർച്ചയായിട്ടും. പക്ഷെ ഇന്നത്തെ വിഷയം, ഞാനിപ്പോൾ ഗുരുവായൂർ ദർശനം നടത്തി വന്നിരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിലുള്ള എന്റെ വേദന കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കെടുക്കുന്നത്. ഇനി ഒരൊറ്റ കാര്യം ഇപ്പൊ അതുപോട്ടെ, ഈ KPCC പ്രസിഡന്റ് സ്ഥാനം ഉണ്ടല്ലോ, അത് വലിയ പ്രശ്നമില്ലാതാണല്ലോ അപ്പൊ. അല്ല, പിന്നെ പുതിയ ആളെ വെക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചോ? എല്ലാം ശുഭമായി പര്യവസാനിക്കും. വയനാട് തുരങ്കപാതയുമായി